ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇങ്ങനെയൊന്നും അല്ല അദ്ദേഹം വായിച്ചത്. മനോഹരമായ ശബ്ദത്തിൽ രാമചന്ദ്രൻ ചേട്ടൻ എന്ന വാർത്താ അവതാരകൻ വാർത്ത വായിച്ചു. ഏതാണ്ട് 30 കൊല്ലക്കാലം ആകാശവാണിയിലൂടെ വാർത്തകൾ കേൾക്കുകയും ആകാശവാണിയിലൂടെ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ ശ്രവിക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആൾക്കാരോട് ഞാൻ പറയുന്നു, അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 1 കൊല്ലം തികയുകയാണ്. മലയാളിയുടെ വാർത്താ ഇടങ്ങളിൽ സ്ഥാനം നേടിയ അപൂർവ പ്രതിഭാവിലാസമായിരുന്നു രാമചന്ദ്രൻ. അതിനിടയിൽ ഞാൻ ഒരു മോർണിംഗ് ഷോയിൽ പറഞ്ഞൊരു സ്വകാര്യം കൂടി പറയാം. എൻ്റെ നാട്ടിടവഴികളിലും വയൽവരമ്പിലെ വഴികളിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ മണ്ടയിൽ ആളിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ എപ്പോഴും അനുകരിച്ച് നോക്കുന്ന ഒരു ശബ്ദമായിരുന്നു കുട്ടിക്കാലത്ത് ഈ രാമചന്ദ്രൻ ചേട്ടൻ്റേത്. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഇദ്ദേഹത്തെ പോലെ റേഡിയോയിലൊരു വാർത്ത വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആകാശവാണിയുടെ പടി കടക്കുമ്പോൾ ആ സ്വപ്നമാണ് എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. ഒരു ദിവസം അദ്ദേഹം എൻ്റെ കൊട്ടാരക്കരയിലെ മേലിലുള്ള വീട്ടിൽ വന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാട്ടിടവഴികളിൽ അങ്ങയുടെ ശബ്ദം അനുകരിച്ച് അലങ്കോലമായി പോയ ഒരു ശബ്ദജീവിയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീകണ്ഠൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വായിക്കുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും രാമചന്ദ്രൻ ചേട്ടൻ്റെ ഇടം എന്നെപ്പോലെയുള്ള റേഡിയോ പ്രക്ഷേപകരുടെ മനസ്സിലാണ് ഇപ്പോഴും. അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. മലയാളികളുടെ റേഡിയോ കാലത്തിൽ മറക്കാനാകാത്തൊരു പേരായിരുന്നു എം രാമചന്ദ്രൻ. വാർത്തകളുടെ സ്വഭാവം മനസ്സിലാക്കി വാർത്താവതരണത്തിന് സവിശേഷമായ ശൈലി രൂപപ്പെടുത്താൻ രാമചന്ദ്രന് കഴിഞ്ഞിരുന്നു. കൗതുക വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ നർമ്മത്തിന്റെ മേമ്പൊടി വിതറി നാടകീയമായിട്ടായിരുന്നു രാമചന്ദ്രന്റെ ശൈലി. വാക്കുകളുടെ ഉച്ചാരണശുദ്ധി, പ്രത്യേക ഈണത്തിലുള്ള അവതരണം, നാടകീയമായ ശൈലി ഇവയൊക്കെ രാമചന്ദ്രനെ ശ്രോതാക്കൾക്കിടയിൽ ഏറെ ജനപ്രിയനാക്കി. ആകാശവാണി കാലത്ത് പ്രാദേശിക വാർത്തയുടെ പര്യായമായി രാമചന്ദ്രൻ മാറിയിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം ശേഖരിക്കും, അവ കരയിലെത്തിക്കും. എത്രത്തോളം രൂക്ഷമാണെന്നും വ്യക്തമാവും. ആയിരത്തി 1966 ആകാശവാണിയിൽ തൊഴിലാരംഭിച്ച രാമചന്ദ്രന്റെ ആദ്യ നിയമനം ഡൽഹിയിലായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിയിലെത്തിയ ശേഷം ആരംഭിച്ച കൗതുക വാർത്തകളിലൂടെയാണ് രാമചന്ദ്രൻ ഏറെ ജനപ്രിയനായത്. ആകാശവാണിയിലെ കാലത്തിന് ശേഷം 24-ൽ കൗതുക വാർത്തകൾ കണ്ടതും കേട്ടതും എന്നീ പരിപാടികൾ ആരംഭിച്ചപ്പോൾ അതിന്റെ ശബ്ദമായി മാറിയതും രാമചന്ദ്രനായിരുന്നു. EMJ വെണ്ണിയൂർ എന്ന ആളായിരുന്നു അന്ന് സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹം അത് ജനകൗതുക വാർത്തകൾ എന്നൊരു തർജ്ജിമ ഇട്ടു. അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടുകൊണ്ടിരുന്ന ഞാൻ ചോദിച്ചു, സാറേ ഈ ജനം വേണോ അതിൽ എന്ന് ഞാനൊന്ന് ചോദിച്ചു. കൗതുക വാർത്തകൾ മതിയല്ലോ. അദ്ദേഹം ശരി. അങ്ങനെയാണ് കൗതുക വാർത്തകളുടെ ഒരു പേര് അങ്ങ് ഉറച്ചത്. പിന്നീട് അത് എൻ്റെ തലയിൽ തന്നെ പതിഞ്ഞു. ദാറ്റ് വാസ് മൈ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നത്. ഇത് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. അതിനു വേണ്ടി ആരോ ഇതിങ്ങനെ ശരിയാക്കി വിട്ടതാണ് എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. മലയാള റേഡിയോ പ്രക്ഷേപണ ചരിത്രത്തിലും ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലും എം രാമചന്ദ്രൻ എന്ന വാർത്താവതാരകന്റെ ശബ്ദം അനശ്വരമായി തന്നെ നിലകൊള്ളും. എം രാമചന്ദ്രന് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. രാമചന്ദ്രൻ ചേട്ടൻ പിന്നീട് കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത സാക്ഷി, ലീൻ വി ജിസ്മസ് തയ്യാറാക്കുന്ന സാക്ഷി എന്ന പരിപാടിയുടെ അവതാരകനായി സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന പ്രശസ്തമായ ചോദ്യം ബാക്കിയാകുന്നു. പിന്നീട് 24-ലും അദ്ദേഹം കൗതുക വാർത്തകൾ വായിച്ചിട്ടുണ്ട്. വിദേശ നാടുകളിലെ റേഡിയോയിലും അദ്ദേഹം വാർത്ത വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ടെലിഫോൺ വഴിയായിരുന്നു വിദേശ നാടുകളിലേക്ക് വാർത്ത വായിച്ചിരുന്നത്. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ വാർത്ത വീട്ടിൽ നിന്ന് വായിക്കുന്നു എന്ന് പ്രവാസികൾ മനസ്സിലാക്കിയത് ഈ പശു കരയുന്നതും പോത്തമർന്നതും ഒക്കെ ഇതിലൂടെ ഇങ്ങനെ ഫോണിൽ കൂടെ കേൾക്കാമായിരുന്നു. അപ്പോൾ പ്രവാസികൾക്കറിയാം അദ്ദേഹം ഈ പോത്തിനെ കെട്ടിയതിൻ്റെ അടുത്തിരുന്നാണ് അദ്ദേഹം വാർത്ത വായിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ചത്തുപോയാൽ അദ്ദേഹം തിരുമല എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി ഒരു ടെലിഫോൺ ബൂത്തിൽ കയറിയിരുന്നാണ് ഈ വാർത്ത വായിക്കുന്നത്. അപ്പോൾ പോത്തിൻ്റെ ശബ്ദവും കാണത്തില്ല, അമറലും ഇല്ല, പശുവിൻ്റെ കരച്ചിലും ഇല്ല. അപ്പോൾ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ചോദിക്കും, ഇന്ന് വീട്ടിൽ നിന്നല്ലേ വാർത്ത വായിക്കുന്നത്? കാര്യം തെളിവ് പോത്തിൻ്റെ അമറലില്ല. അങ്ങനെ എന്തെല്ലാം രസകരമായ അനുഭവങ്ങൾ ഈ രാമചന്ദ്രൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നറിയാമോ? ഞങ്ങളൊക്കെ ഒരു അത്ഭുതത്തോടെ കണ്ട ഒരാളാണ്. ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം. 10 മിനിറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താവതരണത്തിനുള്ള ദൈർഘ്യം.
അപ്പോൾ ഏത് കാര്യവും 10 മിനിറ്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. സിനിമ കാണാൻ പോയാൽ 10 മിനിറ്റ് ആകുമ്പോൾ അത് ഇറങ്ങിപ്പോരും. 10 മിനിറ്റ് അപ്പുറം അദ്ദേഹത്തിൻ്റെ പരിപാടിയില്ല. ജീവിതത്തിലെല്ലാം 10 മിനിറ്റിൽ ക്രമീകരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ 10 മിനിറ്റ് വായിക്കാനുള്ള വാർത്തകളുമായിട്ട് അദ്ദേഹം ഈ വാർത്താമുറിയിൽ കയറിയാൽ അവതരിപ്പിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 3 മിനിറ്റിനുള്ള വാർത്ത അധികമായിട്ട് അദ്ദേഹത്തിൻ്റെ കാണും. കാരണം ഈ നാടകീയമായ അവതരണ രീതി കൊണ്ട് ഈ വാർത്തകളെല്ലാം പോകില്ല. അന്ന് ഏറ്റവും പ്രശസ്തനായ മറ്റൊരു വാർത്താ അവതാരകൻ പ്രതാപനായിരുന്നു. എന്നാൽ പ്രതാപൻ ചേട്ടനാണെങ്കിൽ ഈ 10 മിനിറ്റുള്ള വാർത്ത 8 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കും. ബാക്കി 2 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കും വാർത്താമുറിയിൽ. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള വലിയ വ്യത്യാസം. ഒരു അഭിജാതനായ വിജ്ഞാനിയായിരുന്നു പ്രതാപൻ. ഞാനൊരിക്കൽ പറഞ്ഞു, പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ 100 പേജ് പൂർത്തിയാക്കി അദ്ദേഹം ഇനി എഴുതേണ്ട എന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ പ്രതാപൻ്റെ ഇടപെടലാണ് ഈ നോവൽ പൂർത്തിയാക്കാൻ ഒ.വി. വിജയനെ പ്രേരിപ്പിച്ചതെന്നും മറ്റൊരു കഥയുണ്ട്. എന്തായാലും രാമചന്ദ്രൻ ചേട്ടനെ നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം മലയാളി ഉള്ളിടത്തോളം കാലം ഓർമ്മിച്ചു വയ്ക്കും അവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.